അസ്സലാമലൈക്കും റുബി ഹിബ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ഒരു സങ്കടമുണ്ട് ഗൈസ്. ഞങ്ങൾ കുമ്പളങ്ങ് പൊട്ടി വീണു. എന്താറുണ്ടായി? കാറ്റടിച്ചപ്പോ അടി കെത്തില്ല താത്ത. അതെ, എന്നിട്ട് ഞങ്ങൾ കാണിച്ചേ ഗൈസ് എത്ര ഉണ്ടായിരുന്നു ഉണ്ടായി. ഞങ്ങൾക്ക് നല്ല സങ്കടമായി ഗൈസ്. പിന്നെ നിങ്ങൾ വിചാരിക്കില്ലേ ഇതെന്ത് സാധനങ്ങളാണെന്ന് കാണിച്ചതാ. ഞങ്ങളുടെ ഗപ്പി കുറച്ച് ദിവസം മുമ്പ് നിൽക്കുന്ന ഫ്ലാഷ് ഓണാക്കട്ടെ. എവിടെയാണ് നോക്കട്ടെ. ഇതന്നെയാണ് ഇതൊന്ന് കണ്ടോ. ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞു കുട്ടികളുണ്ടായി കണ്ടോ. കൊറേ അല്ലേ. ഇന്നൊരു മീന് പ്രസവിച്ചോ? അയ്യോ എത്ര ഉണ്ടായിരുന്നമ്മ? അതൊന്നും അറിയില്ലല്ലേ. പക്ഷേ കണ്ടോ എൻ്റെ അടുത്ത് കുറേ ഗപ്പികൾ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. പക്ഷേ എല്ലാം വിറ്റുപോയി ചോദിച്ചാൽ മീൻസ് ഒരു എത്ര പൈസ വിറ്റു? 2 2 4 6 വിറ്റു ഗൈസ്. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊടുത്തു. അവരെനിക്ക് 50 രൂപ തന്നു. ഞാൻ ലാഭത്തോടെ വിൽക്കണം ഗൈസ്. 50 അല്ലല്ലോ 60. സോറി ഗൈസ് 60. പിന്നെന്തല്ലേ ഗൈസ്, 2 കുമ്പളങ്ങ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പല്ലേ അതിന് തൊട്ട് തുണി പോലെ കെട്ടി കൊടുത്ത്. പക്ഷെ എന്ത് പറയണ ഗൈസ്, ഭാഗ്യമില്ല. അതിന് തൊട്ട് തുണി പോലെ കെട്ടി കൊടുത്ത് അടിഞ്ഞു പോയി ഗൈസ്. അതിൽ തന്നെ കടന്ന മരിച്ചുപോയി. എന്ത് പറയാനാ. പിന്നത് 2ാമത് ഉണ്ടായത്. പക്ഷെ അതും ഇങ്ങനെ തൂങ്ങിയപ്പോ ഇബയും ഉമ്മയും പോയിട്ട് പറിച്ചെടുത്തു. ഉമ്മ അങ്ങനെ പറഞ്ഞേ. ഞാനല്ലമ്മ എന്താ മിൻതാത്ത പോയിട്ട് പറിച്ച്. ഞാനല്ല, ഞാൻ പറഞ്ഞില്ല. മീനോ പോയി പറിച്ചു. മിൻതാത്ത പറിച്ചിട്ട് വന്നു. ഞങ്ങൾ എടുക്കാൻ പറഞ്ഞു. പിന്നെ ഉണ്ടല്ലേ ഗൈസ്, ഞങ്ങൾക്ക് സങ്കടമായി. പിന്നെ തൊട്ടിനാക്കി പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായി, തൊട്ടിയിൽ ഇരുന്ന് അത് അഴിഞ്ഞു പോയി. അതെന്തായത് ലമ്മച്ചി അതിന് തൊട്ടിലൂടെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. അങ്ങനെ പോയി. ഫോൺ ഉണ്ടല്ലേ കയ്യിൽ? അതെ, ഓഫാക്കട്ടെ. എവിടെ അങ്ങനെയൊക്കെ. പിന്നെ ഗൈസ് നമുക്ക് ഗപ്പിക്ക് തീറ്റ എടുത്താലോ? അതെന്താ വളരെ ക്ലീനായി നിൽക്കുന്നത്. പിന്നെ തീറ്റ എടുക്കാണ്ട് ഗൈസ്. ഈ തീറ്റ നല്ല നൈസ് തീറ്റ ആണല്ലേ. അതുകൊണ്ട് നല്ല കഴിക്കാൻ പറ്റില്ല. ഓ പാവം ഗൈസ്, ഇന്ന് രാവിലെ തൊട്ടൊന്നും കൊടുത്തിട്ടില്ലെന്ന് തോന്നിൻ്റെ അമ്മ. അമ്മ കൊടുക്കാണ്ടിരിക്കൊന്നുമില്ല കേട്ടോ. അമ്മ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. കൊടുത്തമ്മന്ന് സത്യം പറഞ്ഞോ? ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ എന്താ കണ്ട അത് കഴിക്കുന്നതൊക്കെ നല്ല ഉണ്ടല്ലേ. നല്ല ഇഷ്ടമല്ലേ കുട്ടികളെ. കോഴിക്കുട്ടികളോ? കോഴിക്കുട്ടികളെ ഗപ്പി മീൻ കുട്ടികൾ. നമുക്കിത് സക്സസ് ആയി ഇതൊക്കെ കയറ്റണം. അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എല്ലാരും ഈ കമന്റ് ഇടുന്നൊക്കെ കാണാറുണ്ട്. പിന്നെ ഉണ്ടല്ലേ ഗൈസ്, ഈ നിങ്ങൾക്ക് ഇത് കാണിച്ചതല്ലേ, ഞാൻ ഓരോ ഗപ്പികളുടെയും അലിഗേറ്റർ അല്ലേ, അലിക്കുട്ടീൻ്റെ ഒക്കെ കാണലുണ്ട്. അലിക്കുട്ടി അല്ല സോറി, അലിക്കുട്ടിയെ തോറിട്ടോ. അലിഗേറ്ററും പിന്നെ പിന്നെ ഫിഷ് അങ്ങനെയൊക്കെ കാണാറുണ്ട് ഗൈസ് ഞങ്ങള്. എനിക്കൊരു മീൻ അങ്ങനത്തെ വാങ്ങിയിട്ട് റുബിനെ കൊണ്ട് കഴിപ്പിക്കണം. അതും ഇവിടെ എല്ലാം കഴിക്കും. ആനന്ദം കാണണം. നമുക്ക് ഇവിടെ അല്ലേ ആ മുറ്റത്തെ നല്ലൊരു ടാങ്ക് ഉണ്ടാക്കണം. അത് താത്തന്റെ മോൾ ഉണ്ടാക്കാം. ഇങ്ങോട്ടില്ലേ നല്ലൊരു. പിന്നെയല്ലേ ഗൈസ്, ഞങ്ങള് കൊറേ വർഷം മുമ്പ്, എത്ര വർഷം മുമ്പ്, 3 വർഷം മുമ്പില്ലമ്മ, 3 വർഷം മുമ്പ് ഞങ്ങള് മൊയ്മീനെ വളർത്തിയിരുന്നു. പിന്നെ സിലോപ്പി അങ്ങനെയൊക്കെ വളർത്തിയിരുന്നു. പിന്നെന്താ സിറുവലോ? സിറുവലി നല്ലട്ടോ ഗൈസ് പറഞ്ഞേ. ഇവിടെ എന്താ പറഞ്ഞെന്നറിയാം ഗൈസ്, അത് സിൽവർ ആവോലി എന്ന് പറഞ്ഞതാ ഗൈസ്. സിൽവർ ആവോലി ആയിപ്പോയി. അതങ്ങനെയല്ല. പേര് കിട്ടില്ല ഗൈസ്. എന്താ സിൽവർ ആവോലി. സിൽവർ ആവോലി അല്ലേ? സിൽവർ ആവോലി നമ്മ കളിയാക്കിയല്ലേ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉണ്ടല്ലേ ഗൈസ്, ഞങ്ങൾ മീനുവിന്റെ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ. മീന് ചെറിയ കുട്ടിയാകുമ്പോൾ അവൾക്കില്ലേ ഈ മീനുകളെ മുറിക്കണതൊക്കെ നല്ല പേടിയുള്ളവര്. അപ്പം ഉമ്മാർദ്ദാണ് ഇങ്ങനെ മുറിച്ചപ്പോൾ മൊയ്മീനെ മുറിച്ചിരുന്നു. അപ്പം മൊയ്മീൻ്റെ തല മുറിച്ചിട്ട് വെള്ളത്തിലിട്ടു.
വെള്ളത്തിലിട്ടിട്ട് ഉമ്മ നീന്തണില്ല ഉമ്മ പാവമ്മ പറഞ്ഞു. അപ്പം എങ്ങനെ നീന്താണ് കായ്, അതിന്റെ തലയിട്ടിക്കണ് കായ്, അതിന്റെ മേലമ്മല്ലേ പാവമ്മ അത് നീന്തണില്ല അമ്മ അങ്ങോട്ട് വരുന്നു ഉമ്മ എന്ന് പറഞ്ഞിട്ടേ ഒന്ന് കരഞ്ഞിട്ട് ഒന്നും തിന്നില്ല അവള്. അല്ലപ്പാ അങ്ങനെയൊക്കെ. പിന്നെ ഉമ്മാക്കും എനിക്കൊക്കെ നല്ല പ്രാന്തേ, നല്ല മീനുകള് പുഴമീനാ കായ് ഉമ്മാക്കേറ്റ. ഞാൻ പേഴ്സണൽ ക്വസ്റ്റ്യൻ ഇട്ടപ്പോ അല്ലേ അതെന്തായോ ഞങ്ങൾക്ക് എങ്ങനെയാണെന്നറിയാം അറിയാം. ഇമ്മക്ക് ഉണ്ടല്ലോ ഈ തേങ്ങാച്ചോറ് ബീഫും നല്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തേങ്ങാച്ചോറും ബീഫും ആയിരിക്കുന്നു. അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് എൻ്റെ മൂത്താപ്പ് കണ്ടുപിടിച്ചു കൊണ്ടാ. പിന്നെന്താ പറയാ, പിന്നല്ലേ എൻ്റെ ഡ്രീമാണ് ഗപ്പികളെ വിൽക്കണം, എന്താ വാങ്ങണം, നല്ല ചന്തം ഗപ്പിയുടെ തരുമ്മ. ഞങ്ങൾ ഫാറൂഖാക്കിന് വാങ്ങിയ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഫ്രീ ആയിട്ട് കുറേ നല്ല ഫേഷ്യൽ ഗപ്പിയിലൊക്കെ തന്നിരുന്നു. അതും കടയിൽ റേറ്റ് കയറുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും അല്ലേ, 25-ന്റെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ. നല്ല ചന്തമുള്ള ഗപ്പികളായിരുന്നു. ഈ നല്ല ചന്തയുള്ള വാലുള്ള ഗപ്പികളായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ഗപ്പി വലുതായിട്ട് അതിന്റെ ശരീരം ഗ്രീനും റെഡും നല്ല ചന്തമുള്ള. വെള്ളം ഇൻഫെക്ഷൻ അടിച്ചതൊന്നുമില്ല, മൊത്തം പോയി. ഇവരാ കിട്ടിയുള്ളൂ. എനിക്ക് കണ്ടോ ഇതൊക്കെ കഴിക്കുമ്പോ തോന്നുന്നു ഞാൻ കൈയിട്ട് കുളിമ്പട്ടെ ഇവർക്ക് കാണിച്ചു നോക്കാനോ കൈയിട്ട് കിളുമ്പട്ടേന്നാ പറഞ്ഞു. ഇനി എനിക്ക് ഒരാശ്വാസമുള്ളൂ, എൻ്റെ കുഞ്ഞുമക്കൾ വളർന്ന് വലുതായി നല്ല വിൽക്കണം. ഞങ്ങട്ട് അവർക്ക് പറഞ്ഞിട്ടുണ്ട് വലുതായ ഗപ്പികൾ വലുതായ നിങ്ങൾക്ക് തരാമെന്ന്. കുഴപ്പമില്ലമ്മ, നമുക്കത് ഒരു 10-നോ 20-നോ കൊടുക്കാം അല്ലേ. ഞാൻ വലിയൊരു ചെറിയൊരു ബിസിനസ്മാനാവും. ചിലവർ വരും ഫ്രീക്ക് തരുമെന്ന്. അപ്പം ഞാൻ അവരെ സങ്കടപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് തരാട്ടോ അങ്ങനെ പോയിക്കോ പറയും. പക്ഷെ എനിക്ക് സങ്കടമാണ്. ഞാനൊരു ദിവസം ഇവിടെ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് എനിക്ക് 2 ഗപ്പിയെ തരുന്നതിന് 20 രൂപ തരാറ്. അവിടുത്തെ ആ തള്ള പറഞ്ഞു ഗപ്പിയെ തരില്ല പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. അപ്പം തൊട്ടണം കഴിയും എൻ്റെ അടുത്ത് ചേച്ചിയുടെ ഗപ്പി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാതെ എന്താ കൊടുത്തിട്ട് സന്തോഷപ്പെടുത്തണമെന്ന്. അതാണ് താത്ത. എൻ്റെ വീട്ടാത്ത പറയും കേട്ടോ, കച്ചവടക്കാരെ വിളിക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ കുറച്ച് ഗപ്പിയിലുള്ളൂ. അപ്പം ഇപ്പത്തിനെ കൊടുത്താൽ നമ്മുടെ ഒന്നും ഉണ്ടാവില്ല ചേച്ചിട്ട് കഴിക്കും. പക്ഷെ അത് അവർക്ക് നല്ല ഇഷ്ടമായിട്ടാണല്ലേ, പാവങ്ങളല്ലേ, നമ്മൾ മനസ്സിലാക്കണ്ട അവരുടെ സങ്കടം. ഇമ്മ കൈ കുറച്ച് താഴ്ത്തുക, അതാണല്ലേ. ഓക്കെ, എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ബൈ.